നമ്മുടെ സെഷൻ ആരംഭിക്കുകയാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും മാറി മാറി സംസാരിക്കാം. ഓരോ സ്പീക്കേഴ്സിൻ്റെ കംഫർട്ട് ലെവൽ അനുസരിച്ച്. ഇന്നത്തെ ഈ സെഷൻ്റെ വിഷയം ഇംഗ്ലീഷിൽ വാട്ട് ഈസ് റിട്ടൺ ഈസ് ഫ്രം ഐഡിയ ടു ഇമ്പാക്റ്റ്, നാവിഗേറ്റിംഗ് ഇന്നോവേഷൻ ലെഡ് ഡെവലപ്മെൻറ്റ് ഇൻ കേരള. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ഐ ജസ്റ്റ് ടേക്ക് 1 minute ടു ട്രൈ ടു ഇതിനൊരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട്. ഇത് എന്താണ് ഇങ്ങനത്തെ ഉള്ള ഒരു ചർച്ചയും ഇങ്ങനത്തെ ഉള്ള ഒരു വിഷയത്തിനുള്ള പ്രസക്തി. ആൻഡ് ദാറ്റ് വിൽ ഓൾസോ ഗിവ് ടൈം ഫോർ സം മോർ പീപ്പിൾ ടു കം, ബിക്കോസ് ഒരു ലിറ്റററി ഫെസ്റ്റിൽ സ്വാഭാവികമായിരിക്കും ദാറ്റ് ഇങ്ങനത്തെ ഉള്ളൊരു വിഷയത്തിൽ അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല among the participants. പക്ഷേ I was hoping that there will be some more participation and let's wait. പക്ഷേ just to set the context, ഈ 1-2 ദിവസം മുമ്പ് തമിഴ്നാട്ടിൽ റീസെൻ്റ്ലി അവിടെ നടന്ന് അവസാനിച്ച ഒരു പ്രതിഭാസമായിരുന്നു ദി ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റ്, ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റർ സമ്മിറ്റ്. അതിൽ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇൻഫർമേഷൻ അനുസരിച്ച് 65,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാഗ്ദാനങ്ങൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റിൽ ഉണ്ടായെന്നാണ്. 6 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് പ്രോമിസസ് ഒക്കെ അവിടെ ഉണ്ടായി എന്നാണ്. ഇത് ഇങ്ങനത്തെ ഉള്ള അനൗൺസ്മെൻറ്റ്സ് നമ്മൾ കേൾക്കുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ഗുജറാത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മത്സരിച്ച് ഓരോ ഈ സംസ്ഥാനങ്ങൾ പ്രമുഖ വ്യാവസായികമായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇങ്ങനത്തെ ഉള്ള ഇൻവെസ്റ്റർ മീറ്റ്സ് കഴിഞ്ഞിട്ട് ഇതുമാതിരി അനൗൺസ്മെൻറ്റ്സ് വരും. ഇത്രയും ലക്ഷം കോടി രൂപയുടെ വാഗ്ദാനങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. പഴയ നമ്മുടെ പ്രീവിയസ് ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കിയാൽ അതിൻ്റെ 10-1 പോലും റിയാലിറ്റി ആവില്ല എന്നുള്ള കാര്യം വേറെ. പക്ഷേ വാഗ്ദാനങ്ങളെങ്കിലും ഉണ്ടാകുന്നല്ലോ. അപ്പം നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ജനങ്ങളുടെ മനസ്സിൽ ഉന്നയിക്കാൻ ഒരു ന്യായമായ ചോദ്യം ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇതെന്തുകൊണ്ട് ഇമാതിരി വാഗ്ദാനങ്ങളും ഈ മാതിരിയുള്ള പ്രതിഭാസങ്ങൾ, ഇൻവെസ്റ്റർ മീറ്റ്സൊക്കെ നമ്മൾ എന്തുകൊണ്ട് കേരളത്തിൽ നടത്തുന്നില്ല? എന്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇടിച്ചു കയറി ഇവിടെ വന്ന് ഇങ്ങനത്തെ വാഗ്ദാനങ്ങളൊക്കെ തരാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് എ ബിറ്റ് ഓഫ് ദി ആൻസർ ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ട്രൈ ടു ഗെറ്റ് ഫ്രം ടുഡേസ് സെഷൻ. അപ്പം ഇവിടുത്തെ ഉള്ള ഈ സ്ട്രാറ്റജി ഈ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയ്ക്കുള്ള സ്ട്രാറ്റജി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് എന്തുകൊണ്ട് വ്യത്യസ്തമാണ്, അത് എങ്ങനെയാണ് ഈ വ്യത്യാസം ഉണ്ടായത്, ആൻഡ് അതിൻ്റെ റിസൾട്ട് എന്താണ്, ഈ ഒരു വ്യത്യസ്തമായ സ്ട്രാറ്റജി കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നുണ്ടോ? ഇതൊക്കെ ന്യായമായ ചോദ്യങ്ങളാണ്. അപ്പം ഇതാണ് ഇന്നത്തെ ചർച്ചയുടെ കോണ്ടെക്സ്റ്റും ഇന്നത്തെ ചർച്ചയുടെ പ്രാധാന്യം. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചർച്ചയാണ്. ഐ ഹോപ്പ് ദ ന്യൂസ് വിൽ സ്പ്രെഡ് ആൻഡ് മോർ പീപ്പിൾ വിൽ കം ഇൻ. നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ, എന്നാൽ പക്ഷേ ഐ വോണ്ട് ടു ജസ്റ്റ് ഗോ സ്ട്രേറ്റ് അവേ ഇൻ ടു ദി ഡിസ്കഷൻ. അപ്പം ഈ സെഷനിൽ നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോകുന്നത് കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു ഇന്നൊവേഷൻ ലെഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ആൻഡ് ഈ ഇന്നൊവേഷൻ ലെഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ആവിഷ്കരിച്ചിരിക്കുന്നത് KDISC എന്ന് പറഞ്ഞ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സംഘടനയാണ്. അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഇവിടെ ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ എത്തിയിട്ടുണ്ട്. നൗ
ഇന്നൊവേഷൻ ആ ബാക്ക്ഗ്രൗണ്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഐ എം ഗോയിങ് ടു ലീവ് ഇറ്റ് ടു ഹിം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് വാട്ട് ഐ വോണ്ട് ടു ആസ്ക് ഹിം ഇസ് Kerala's, what are the steps that Kerala government has taken to create a stimulating innovation ecosystem in Kerala, and why was such a strategy adopted? Thank you, Balagopal sir. അങ്ങയുടെ തന്നെ ഏറ്റവും പുതിയ പുസ്തകം പിന്നെ കേരളത്തിലെ MSMEകളെ സംബന്ധിച്ച് ബിലോ ദ റഡാർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കൂടെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ CDSലെ പ്രബന്ധം, ആ പ്രബന്ധത്തിലെ ഇൻപുട്സും കൂടെ എടുത്തുകൊണ്ടാണ് ഡോക്ടർ തോമസ് ഐസക്ക് ഒരു വിജ്ഞാന സമൂഹത്തിലേക്ക് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു 4 ഘടകങ്ങളടങ്ങുന്ന ഒരു പരിപാടി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനകത്ത് പറഞ്ഞിരുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നവീകരണം, അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന ഒരു പരിപാടി, മൂന്നാമത്തേത് ഇന്നൊവേഷൻ എക്കോസിസ്റ്റം ശക്തിപ്പെടുത്തുക, നാലാമത്തേത് പിന്നെ ഡിജിറ്റൽ രൂപാന്തരീകരണം, കേരളത്തിലെ സമസ്ത മേഖലകളുടെയും ഡിജിറ്റൽ രൂപാന്തരീകരണം. ഈ 4 ഘടകങ്ങളടങ്ങുന്ന ഒരു പരിപാടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആ മുന്നോട്ട് വെച്ചതിൻ്റെ യുക്തി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്നൊവേഷൻ ലെഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജിയിലേക്ക് കേരളത്തിലേക്ക് പോകുന്നത്. KADHAണ് ഈ സ്ട്രാറ്റജി KADHAൻ്റെ മാത്രമാണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു ഇന്നൊവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശയം മുന്നോട്ട് പോകുന്നത് ഈ സഹസ്രാബ്ദത്തിൻ്റെ ആദ്യത്തിൽ നോളജ് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. സാം പിത്രോയുടെ ചെയർമാനായിട്ടുള്ള നോളജ് കമ്മീഷൻ നോളജ് എങ്ങനെ പിന്നെ ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ഉപയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്നൊവേഷൻ സ്റ്റേറ്റ് ഇന്നൊവേഷൻ കൗൺസിലുകളും ദേശീയ തലത്തിലുള്ള ഇന്നൊവേഷൻ കൗൺസിലും രൂപീകരിക്കുകയുണ്ടായി. 2015 അദ്ദേഹം ചുമതല ഒഴിയുന്നു. അതോടുകൂടി മിക്കവാറും സംസ്ഥാന ഇന്നൊവേഷൻ കൗൺസിലുകളൊക്കെ പിന്നെ നോൺ ഫങ്ഷണലായി. കേരളത്തിലെ കട്ടിംഗ് എഡ്ജ് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ്, കാരണം കേരളത്തിൻ്റെ 2ാം തലമുറ വികസന പ്രശ്നങ്ങളാണ്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 2ാം തലമുറ വികസന പ്രശ്നങ്ങളാണ്. ആ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്നൊവേഷൻ ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ് എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട്, കാരണം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഇപ്പോൾ കേരളത്തിലെ മാനവ വികസന സൂചികൾ മെച്ചപ്പെട്ടതാണ്. ആരോഗ്യ മേഖലയിൽ കുറേ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും കുറേ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചില പോരായ്മകൾ നിലവിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കട്ടിംഗ് എഡ്ജ് വികസന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപാധി എന്നുള്ള നിലയ്ക്കാണ് ഇന്നൊവേഷനെ കണ്ടിട്ടുള്ളത്. ഡോക്ടർ തോമസ് ഐസക് ആകട്ടെ, അദ്ദേഹം മുന്നിൽ കണ്ട പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ബാലഗോപാൽ സാർ സൂചിപ്പിച്ച പോലെ, ഒന്ന് പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും, അതായത് പിന്നെ ഇൻഡസ്ട്രീസിൻ്റെ മേഖലയിലും പ്രാഥമിക മേഖലയിലും കേരളം വളരെ സീരിയസ് ആയിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നു. ഒന്ന്, ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിങ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട്. എക്കണോമിക് സ്കെയിൽ അച്ചീവ് ചെയ്യുന്നതിന് വളരെ പരിമിതികളുണ്ട്. ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് വളരെ എളുപ്പത്തിൽ ടെക്നോളജി അബ്സോർബ് ചെയ്യുന്ന സംവിധാനങ്ങളല്ല. ഈ പരിമിതികളുണ്ട്. പിന്നെ നമ്മുടെ മീഡിയം ആൻഡ് ഹെവി പിന്നെ ലാർജ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തത് കെമിക്കൽ ഇൻഡസ്ട്രീസ് ലെഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. കേരളത്തിന് ഒട്ടും അനുയോജ്യമല്ല. പവർ ഇൻറ്റൻസീവ് ആൻഡ് കെമിക്കൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസാണ്. അപ്പോൾ അതിന് പകരമായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് മെക്കാനിസം നമുക്ക് ഉണ്ടാവണം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായിട്ടും താങ്ങി നിൽക്കുന്നത് എക്സ്റ്റേണൽ റെമിറ്റൻസ് ആണ്, പുറം വരുമാനമാണ്. അതിനകത്ത് വലിയ കുറവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ നവീകരിക്കേണ്ടതുണ്ട്, ഉൽപാദനക്ഷമത വർദ്ധിക്കേണ്ടതുണ്ട്, ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഒരു നോളജ് ബേസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്ന പ്രോഗ്രാം മുന്നോട്ട് വയ്ക്കുന്നത്. അത് വെറുതെ അല്ല. കാരണം നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയുണ്ട്. കോഴിക്കോട് പിന്നെ കോഴിക്കോടുള്ള ഫുട്വെയർ ക്ലസ്റ്റർ, അതുപോലെ തന്നെ ബാലഗോപാൽ സാർ തന്നെ ആരംഭിച്ച തെർമോ പെൻപോൾ കമ്പനി, അതുപോലെ കേരളത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള നിരവധി വ്യവസായങ്ങൾ, സിന്തൈറ്റ്,
അതുപോലെ പിന്നെ മൂവാറ്റുപുഴയുള്ള ഡെന്റൽ ഇംപ്ലാന്റ് ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങിയിട്ടുള്ള ഒരുപിടി കമ്പനികൾ പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേരളത്തിലെ മാനുഷ്യ വിഭവങ്ങളുടെ ശേഷി ഉപയോഗിച്ച് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ ചട്ടക്കൂട് ഉപയോഗിച്ച് കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തിൻ്റെ ചില സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ഈ മേഖലയിൽ വലിയ മുന്നേറ്റം ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഒരു മാർഗം മുന്നോട്ട് വയ്ക്കുന്നു. കേരളത്തിലെ റീഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള എക്കണോമിയുടെ ചില നേട്ടങ്ങളുണ്ട്. അതിൻ്റെ തുല്യതയുടെയും സുസ്ഥിരതയുടെയും അംശങ്ങൾ നമ്മൾ നിലനിർത്തണം. പക്ഷേ അതേ സമയത്ത് തന്നെ നമുക്ക് പുതിയ വാല്യൂ ക്രിയേഷൻ നമ്മൾ സൃഷ്ടിക്കാതെ എക്കണോമി പിന്നെ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ലിമിറ്റേഷൻ, അതുപോലെ തന്നെ പുത്തൻ മൂല്യസൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗങ്ങൾ അത് കണ്ടെത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇന്നോവേഷൻ ഡെവലപ്മെൻറ്റിലേക്ക് കേരളം പോയിട്ടുള്ളത്. താങ്ക് യു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഇതിൽ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പം ഈ നോളജ് ലെഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താണ്, ആൻഡ് അത് കേരളത്തിന് എന്താണ് പ്രസക്തി? ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മുടെ റോ മെറ്റീരിയൽസിൻ്റെ ലഭ്യത, ഈ ഇൻഡസ്ട്രിയൽ മിനറൽസ്, ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽസ്, പിന്നെ പ്രോക്സിമിറ്റി ടു മേജർ മാർക്കറ്റ്സ് എല്ലാം വെച്ച് നോക്കിയാൽ അവിടെ എല്ലാം നമ്മൾ വീക്ക്നെസ്സസ് ആണ് കാണുന്നത്. പിന്നെ വി ആർ എ വെരി സ്മോൾ സ്റ്റേറ്റ്, വെരി ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്. പക്ഷേ ഈ മാതിരിയുള്ള നമ്മൾ ആഗോളതലത്തിൽ നമ്മൾ നോക്കിയാൽ ദർ ആർ എ ഫ്യൂ അതർ റീജൻസ്, സ്മോൾ കൺട്രീസ് വിച്ച് ഹാഡ് സിമിലർ റിസോഴ്സ് എൻഡോമെൻറ്റ്സ്. അതായത് നാച്ചുറൽ റിസോഴ്സസിൻ്റെ ലഭ്യത കുറവായിരുന്നു. പിന്നെ ബട്ട് അവരുടെ ഹ്യൂമൻ റിസോഴ്സ്, മാനവശേഷിയുടെ വികസനത്തിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഇക്കണോമിക് സോ കോൾഡ് കൺവെൻഷണൽ ഇക്കണോമിക് വീക്ക്നെസ്സസ് എല്ലാം മറികടന്ന് അത് ദേ വർ ഏബിൾ ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു ബിഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഞാൻ സൂചിപ്പിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സൗത്ത് കൊറിയ, തൈവാൻ, പിന്നെ ആണ് സ്മോളർ സ്കെയിൽ മലേഷ്യ ഒക്കെ. ദീസ് ആർ ഓൾ വെരി ഡെൻസ്ലി പോപ്പുലേറ്റഡ്. നമ്മുടെ ജോഗ്രാഫിക്കൽ ലേ ഔട്ട് തന്നെ നോക്കിയാൽ ഏകദേശം വളരെ ഗ്രേറ്റ് സിമിലാരിറ്റീസ് ഉണ്ട് ടു കേരള. അപ്പം കേരളത്തിൽ വിജയിക്കാനും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ദർ ആർ ഇൻഡസ്ട്രീസ് ഹിയർ വിച്ച് ഹാവ് സക്സീഡഡ്, വിച്ച് ആർ ഡൂയിങ് വെൽ ഇൻ കേരള. ദാറ്റ് ഈസ് ദ സീക്രട്ട് സ്റ്റോറീസ് ഓഫ് കേരള ഈസ് ഇവിടെ കുറേ വ്യവസായങ്ങളുണ്ട് വിച്ച് ആർ ഡൂയിങ് വെരി വെൽ. ആൻഡ് ഐ ഹവ് റിട്ടൺ മൈ 4th ബുക്ക് അബൌട്ട് ദോസ് 50 ഓഫ് ദോസ് കമ്പനീസ്. അപ്പം മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടു ദാറ്റ് നമ്മളിങ്ങനെ ഈ ഒരു ഇന്നോവേറ്റീവ് സൊസൈറ്റി, ഒരു ഇന്നോവേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇന്നോവേഷനെ നർച്ചർ ചെയ്യുന്ന ഒരു സമൂഹം നമ്മളിവിടെ ഉണ്ടാക്കണമെങ്കിൽ is it enough that we create some info parks and incubators and all and wait, or is there something which we have to do upstream? അതായത് ആ പൈപ്പ് ലൈൻ, ഇന്നോവേഷൻ പൈപ്പ് ലൈൻ എപ്പോഴും ഫുള്ളായിരിക്കണമെന്ന്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാത്തിരിക്കേണ്ടി വരും, വെയിറ്റിംഗ് ഫോർ ദി ഇന്നോവേറ്റർ ടു കം. അപ്പോൾ എന്താണ് കേരള സർക്കാരിൻ്റെ ചെയ്യുന്ന ദി പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ് ടു സീ ദാറ്റ് ഈ ഇന്നോവേറ്റീവ് പൈപ്പ് ലൈൻ ഇസ് ഓൾവേസ് ഫുൾ? ഇന്നോവേറ്റേഴ്സ്, ഈ യൂത്തിൻ്റെ ഇടയിലുള്ള ഇന്നോവേഷൻ സപ്ലൈ ഈസ് ഓൾവേസ് ഫുൾ എന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ട് കേരള സർക്കാർ എന്ത് ചെയ്യുന്നു? ഐ വിൽ ആസ്ക് അവർ ഡോക്ടർ മുഹമ്മദ് ഹനീഷ് ടു സേ ഫ്യൂ വേർഡ്സ്. ആദ്യമായിട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് നടന്ന 2 കാര്യങ്ങളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒന്ന്, മിഷൻ 1000 എന്ന് പറഞ്ഞൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അത് ശ്രദ്ധേയമാണെന്ന് പറയാൻ കാരണം, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസായി ഇന്ന് നിലകൊള്ളുന്ന 1000-ഓളം വരുന്ന കമ്പനികൾക്ക് 100 കോടി വിറ്റുവരവ് ലഭിക്കുവാനും അതിനനുസൃതമായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള സ്കെയിലിംഗ് അപ്പിനുള്ള എല്ലാ സാധ്യതകളും, ഇൻസെൻറ്റീവ്സും സപ്പോർട്ടും അതിനു വേണ്ടുന്ന ഇക്കോസിസ്റ്റം ഉണ്ടാക്കി വളർത്തിയെടുക്കുക എന്നത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ഇന്നോവേഷൻ്റെ പൈപ്പ് ലൈൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് വരെ കൈവച്ചിട്ടില്ലാത്തൊരു പുതിയൊരു കാര്യം, KDISCിൻ്റെ ഡോക്ടർ KM എബ്രഹാം സാറും PV ഉണ്ണികൃഷ്ണൻ അവരുടെ എല്ലാം സപ്പോർട്ട്, അനൂപിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി
നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്കകത്ത് ആൻഡ് ആൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്, ഇന്നോവേറ്റീവ് ആൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്, ഇത് ഇന്ന് വരെ മെഡിക്കൽ കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരെ സൃഷ്ടിക്കുക, MBBS കഴിഞ്ഞാൽ നേരെ പുറത്തിറങ്ങി ക്ലിനിക്കിലേക്ക് പോവുക എന്ന് മാത്രം ചിന്തിച്ചിരുന്ന ഇടത്തു നിന്ന് സംസ്ഥാനത്ത് ഏറ്റവും സമർത്ഥരായ വിദ്യാർത്ഥികൾ കടന്നു വരുന്ന, പഠിച്ചു പാസ്സായി വരുന്ന മെഡിക്കൽ കോളേജുകളിൽ അങ്ങനെയുള്ള ഇന്നൊവേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. തത്വത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ചർച്ച ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, ഈ മിഷൻ 1000 നിലവിലുള്ളവയെ സ്കെയിലപ്പ് ചെയ്യാനാണെങ്കിൽ മറ്റേ കാര്യം എന്ന് പറയുന്നത് പുതിയ പുതിയ മേഖലകളിൽ നിന്ന് ഇന്നൊവേഷൻ വഴി കൊണ്ടുവരുന്ന ഐഡിയാസാണ്. കേരളത്തിൽ ആശയങ്ങൾക്ക് ഒരു പന്നുമില്ല. ആ ആശയങ്ങൾ വ്യക്തമായിട്ടും ഇൻക്യുബേറ്റേഴ്സും അതുപോലുള്ള സ്റ്റാർട്ടപ്പ് വില്ലേജസും വഴിക്ക് നാനോ ലെവലിൽ, മൈക്രോ എന്ന് പോലും ഞാൻ വിളിക്കില്ല, നാനോ തരത്തിൽ നിൽക്കുന്ന ധാരാളം ഐഡിയാസ് ഉണ്ട്. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം സംഭവിക്കുന്നത് ആ നാനോ തരത്തിൽ നിന്ന് ഇത് ഒരു മൈക്രോ കഴിഞ്ഞ് സ്മോളെങ്കിലും ആവുന്ന തരത്തിലേക്ക് എത്തിക്കുവാൻ കാര്യത്തിൽ ലോകമെങ്ങുമുള്ള പരാജയത്തിൻ്റെ തോത് ഉണ്ടെങ്കിൽ പോലും സ്റ്റാർട്ടപ്പുകളിൽ ഗണ്യമായ പരാജയം ഇവിടെ സംഭവിക്കുന്നു. മാർക്കറ്റിങ്ങിൻ്റെ ഇഷ്യൂ മാത്രമല്ല, കൃത്യമായിട്ടുള്ളൊരു വയബിളായിട്ടുള്ള ഒരു വളരെ റിസപ്റ്റീവായിട്ടുള്ള ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ എത്തിക്കുന്ന കാര്യത്തിൽ നമ്മുടെ യുവജനങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നത് അവരുടെ മാത്രം തെറ്റുകൊണ്ടല്ല, മറിച്ച് അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് സംവിധാനം, അതിലുപരി ഒരു പൂർണ്ണമായിട്ടൊരു വല്ലാത്തൊരു മോട്ടിവേഷണൽ വാല്യൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ അനൂപിനോട് സംസാരിച്ചൊരു കാര്യമില്ല, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. ഒരു 2-3 പ്രധാനപ്പെട്ട ആങ്കർ കമ്പനീസ്, അസാമാന്യമായ സൈസുള്ള കമ്പനി ഈ സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എൻ്റെ ഈ സ്റ്റാർട്ടപ്പിന് ഈ തരത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ട്രെമെൻഡസ് ഡീൽ ഓഫ് ഇൻബോൺ മോട്ടിവേഷൻ, ഇൻബിൽറ്റ് മോട്ടിവേഷൻ ഉണ്ടാവുന്നു. അടുത്തൊരു കാര്യമുള്ളത്, ഓരോ സംസ്ഥാനത്തിനും ഓരോ വ്യവസായ മോഡലാണ്. ഗുജറാത്തിൽ നമ്മൾ ചെയ്തെടുക്കുന്ന വ്യാവസായികമായിട്ടുള്ള മാതൃക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കിവിടെ പാരിസ്ഥിതികമായിട്ടുള്ള പല വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ട് കേരള സംസ്ഥാനത്ത് സാധിക്കുകയില്ല. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊരു വ്യവസായി വന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറയുന്നു, സാർ ഒരു കെമിക്കൽ ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടി ഞാൻ 2 വർഷമായി ഇവിടെ നടക്കുന്നു, പഞ്ചായത്ത് റോഡിൻ്റെ വീതി കൃത്യമായിട്ട് അയാൾ പറഞ്ഞ പോലെ 8 മീറ്ററോ 7 മീറ്ററോ ആയിട്ടുള്ള വീതി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അനുവാദം നൽകുന്നില്ല. ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ എത്ര പഞ്ചായത്ത് റോഡുകൾക്ക് 8 മീറ്റർ വീതി ഉണ്ട് എന്ന് ചോദിച്ചു. എൻ്റെ തമിഴ്നാട്ടിൽ 5 മീറ്റർ 4 മീറ്റർ 3 മീറ്റർ മാത്രം വീതിയുള്ള റോഡുകളായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വ്യത്യാസം അവിടെയാണ്. നമ്മൾ കൃത്യമായിട്ട് ആ റൂൾ സ്പിരിറ്റിലും ലെറ്റേഴ്സിലും നമ്മൾ അവലംബിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യാവസായിക മോഡൽ എന്ന് പറയുന്നത് പഴയ കാലത്തുണ്ടാക്കിയ ഞാൻ ചെയർമാനായിട്ടുള്ള ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസോ അല്ലെങ്കിൽ കെമിക്കൽസ് ബേസ്ഡ് ആയിട്ടുള്ള കേരള മിനറൽസ് ആൻഡ് മിനറൽസ്, അതൊന്നും വലിയ ഇന്നൊവേഷനൊന്നുമല്ല. ലോകത്തെ ഏറ്റവും മികച്ച മണൽ കിട്ടുന്നത് ചവറയിൽ നിന്ന് കായംകുളം വരെയുള്ള ഇടത്താണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടൈറ്റാനിയം KMM ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വിസ്മൃതമായി പോകുന്ന, ആവശ്യത്തിന് പബ്ലിസിറ്റി ലഭിക്കാത്ത, ലോകത്തെ ഏറ്റവും കൂടുതൽ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി, ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ല് ഉണ്ടാക്കുന്ന കമ്പനി മൂവാറ്റുപുഴയിലുണ്ട്. ഒലിയോ റെസൻസിൻ്റെ 60% പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പൈസ് ഓയിൽ എക്സ്ട്രാക്ഷൻ 60% ഓഫ് ദ വേൾഡ് മാർക്കറ്റ് കോലഞ്ചേരിയിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ടുള്ള കമ്പനി ഇവിടെ കോലഞ്ചേരിയിൽ തന്നെയുണ്ട്, അഗപ്പെ. ബ്ലഡ് ടെസ്റ്റ്. ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള പല കാര്യങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട്. എന്നാൽ തന്നെ അതിനൊരു ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിലാണ് അസാധാരണമായ കഷ്ടപ്പാട് വന്നിരിക്കുന്നത്. ആ കഷ്ടപ്പാട് വരാൻ കാരണം ഇമേജ് ഇഷ്യൂസ് ഉണ്ട്, ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നിരിക്കലും ഇനി നമ്മുടെ പ്രതീക്ഷ എന്ത്? ഒരു നോളജ് ബേസ്ഡ് ആയിട്ടൊരു ഇക്കോണമി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വൊക്കേഷണൽ സ്കില്ലിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ പരമ്പരാഗത സ്കില്ലിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്കില്ലെങ്കിലും 8ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി നിർബന്ധമായും പഠിച്ചിരിക്കണമെന്നാണ് എനിക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ ഏറെക്കാലം ജോലി ചെയ്തുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും 12ാം ക്ലാസ് ആകുമ്പോഴേക്കും ഒരു ചെറിയ ഒരു നാനോ മോഡലിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞ് സാധിച്ചാൽ ക്രെഡിറ്റ് പോയിന്റ്സ് കൊടുക്കുന്നൊരു അവസ്ഥ കൊണ്ടുവന്ന് അങ്ങനെയുള്ള ഒരു സംവിധാനം, അതിന് ഇക്കോസിസ്റ്റം ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും മാർക്കറ്റിങ്ങിന്, ബ്രാൻഡിങ്ങിന്, കൃത്യമായിട്ട് പാക്കേജിങ്ങിന് ഏറ്റവും അധികം ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല്ലുണ്ടാക്കിയത് കൊണ്ടും ഒളിയോ റെസിൻസ് ഉണ്ടാക്കിയത് കൊണ്ടും അതുപോലെ ബ്ലഡ് ബാഗ്സ് ഉണ്ടാക്കിയത് കൊണ്ടും എല്ലാം തന്നെ കേരളം ഏറ്റവും ഉത്തമം എന്ന രീതിയിലേക്ക് ഒരു കാഴ്ച ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ നമുക്കൊരു പ്രയാസമുണ്ട്. പക്ഷേ പരിഹാരം നമ്മുടെ കലാലയങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഏറ്റവും ഉത്തമരായിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രഗത്ഭമതികളിൽ നിന്നും ഉണ്ടാവും. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ KSIDC വഴിക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് വഴിക്കുമൊക്കെ സോഫ്റ്റ് ലോൺസ് വനിതകൾക്ക്, പട്ടികജാതി വിഭാഗങ്ങൾക്ക്, അതുപോലെ യുവജനങ്ങൾക്ക് ഗണ്യമായിട്ട് കൊടുക്കുന്നുണ്ടെന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ ഹനീഷ്. ഇനി നെക്സ്റ്റ് എനിക്ക്
ചോദിക്കാനുള്ളത് ഇസ് ടു അനൂപ് അംബിക. അനൂപ് അംബിക ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. നേരത്തെ അതിന് മുമ്പ് അവിടെ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ആന്ത്രപ്രണർ ആയിരുന്നു, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആന്ത്രപ്രണർ. അപ്പോൾ ഈ ഹാസ് സീൻ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഫെൻസ്. അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ നേരത്തെ മുഹമ്മദ് ഹനീഷിനോട് ചോദിച്ചത് തന്നെ, ആൻഡ് ഐ വോണ്ട് ടു ആസ്ക് ഹിം ദ സെയിം ക്വസ്റ്റ്യൻ. ഇസ് ദാറ്റ് നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ ഇപ്പം മാനേജ് ചെയ്യുമ്പം ആ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അപ്രോച്ച് എന്താണ്? ഡു യു വെയിറ്റ് ഫോർ പീപ്പിൾ ടു കം, ഓർ ഡു യു ഗോ ഔട്ട് ആൻഡ് സീക്ക് പീപ്പിൾ? അതായത് എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ്, എക്സിസ്റ്റിംഗ് ബിസിനസ്സസ്, ഈവൻ നമ്മുടെ ഹോൾ തിങ് ഈസ് ഡെവലപ്മെൻറ്റ് മോഡലിൽ തന്നെ ഇന്നോവേഷൻ ഉപയോഗിക്കണമെന്നാണ്. അപ്പം നമ്മൾ ഈ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം ഇന്നോവേഷൻസ് നമുക്ക് ഉപയോഗിക്കാം, ചൂഷണം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രോ ആക്റ്റീവ് അപ്രോച്ചാണോ എടുക്കുന്നത്? എന്താണ് അപ്രോച്ച് എന്നൊന്ന് അതിനെപ്പറ്റി ഒന്ന് പരാമർശിച്ചാൽ. സർ, അത് ഒരല്പം പുറകോട്ട് പോയി പറയാം. 2016 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്നത്തെ ഷേപ്പ് ആൻഡ് ഫോമിൽ വന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിലൊരു കുട്ടി ഞാനൊരു കമ്പനി തുടങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും, ഇപ്പോൾ ഇച്ചിരി പ്രായമുള്ളവരാണെങ്കിൽ അമ്മായി അച്ഛനും അമ്മായി അപ്പയും ഉൾപ്പെടെയുള്ളവർ പറയും, ദയവ് ചെയ്ത് നീ ഇത്തരം സാഹസമൊന്നും കാണിക്കരുത്, നിനക്ക് ഇപ്പം ഭർത്താവിനോടാണെങ്കിൽ പറയും, എൻ്റെ കൊച്ചിനെ വഴിയാതരമാക്കരുത് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള വാക്കെന്ന് പറയുന്നത്. ഒരു കമ്പനി തുടങ്ങാൻ പോകുന്ന ഒരാളോട് സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2016 മുതൽ 2023 വരെയുള്ള യാത്രയിൽ, അത് ഐ ഹാവ് ടു ഗിവ് ദാറ്റ് ക്രെഡിറ്റ് ടു മൈ പ്രെഡസസേഴ്സ്, ഡോക്ടർ സജി ഗോപിനാഥൻ, ഡോക്ടർ ജയശങ്കർ പ്രസാദ്. ഇന്ന് അച്ഛനമ്മമാർ അങ്ങനെ പറയുന്നില്ല. ഇന്ന് ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് ഒരു ഫാഷനബിൾ വേർഡായിട്ട് മാറി. അപ്പോൾ അത് നമുക്കൊരു കൾച്ചറൽ ചേഞ്ച്, സാംസ്കാരികമായ സാമൂഹികമായ ഒരു മാറ്റം കേരളത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ചെയ്തിരുന്ന ഇവാഞ്ചലൈസേഷൻ പ്രവർത്തനങ്ങൾ വഴി ഒരു പരിധിവരെ നമ്മളെ കൊണ്ട് സാധിച്ചു. ഇനി അതുകൊണ്ട് നല്ല സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവുമോ, ഒരുപാട് വെൽത്ത് അതിൻ്റെ ഭാഗമായി ക്രിയേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ബാലഗോപാൽ സാർ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സാർ ആദ്യം സൂചിപ്പിച്ച ഈ തമിഴ്നാട് സ്റ്റോറിയിലേക്ക് ഞാനൊന്ന് തിരിച്ചു പോവുകയാണ്. അപ്പം 2 ദിവസം മുമ്പ് നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ 6.5 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് തമിഴ്നാട് MOU സൈൻ ചെയ്തത്. ധാരണാപത്രങ്ങൾ എന്ന് പറയുന്ന ഒരു വളരെ വേഗ് വാക്കാണ്, കുറച്ചെങ്കിലും കൺവേർട്ട് ചെയ്യുമെന്ന് കരുതാം. അതിൻ്റെ ഭാഗമായി 14 ലക്ഷം തൊഴിലുകൾ സൃഷ്ടിക്കുമെന്നാണ് തമിഴ്നാട് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങളൊരു അക്കാഡമിക് എക്സസൈസ് എന്നുള്ള രീതിയിൽ ഒരു തൊഴിൽ സൃഷ്ടിക്കാൻ എത്ര രൂപയാണ് ഗവൺമെൻറ് ചിലവാക്കുന്നത് എന്നുള്ളൊരു കാൽക്കുലേഷൻ ചുമ്മാ നടത്തി നോക്കി. അപ്പോൾ തമിഴ്നാട്ടിൽ സൃഷ്ടിക്കപ്പെടുന്ന ഓരോ തൊഴിലുകൾക്കും ഗവൺമെൻറ് ചിലവാക്കുന്നത് 45 ലക്ഷം രൂപയാണ് ഒരു തൊഴിലിന്. അപ്പോൾ ഇത്രയും കണ്ടല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. കേരളത്തിൽ ടെക്നോ പാർക്ക് വഴി നമ്മൾ ഇത്രയും തൊഴിലുകൾ സൃഷ്ടിച്ചു. അപ്പോൾ എത്ര രൂപയാണ് നമ്മൾ ചിലവാക്കിയത്? ടെക്നോ പാർക്ക് സിഇഒയോട് ചോദിച്ചു, നാളിതുവരെ ടെക്നോ പാർക്ക് എത്ര രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത് ഇത് ചെയ്യാനായി? അപ്പോൾ ടെക്നോ പാർക്ക് സിഇഒ പറയുന്നത് 6,000 കോടി രൂപയാണ് ടെക്നോ പാർക്കിൽ ഇതുവരെ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 72,000 ജോലികൾ, അത് 72,000 ജോബ്സ് ആണ് അതിൻ്റെ ഭാഗമായി നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. വിച്ച് മീൻസ് ദാറ്റ് വി ആർ ഓൺലി സ്പെൻഡിങ് 8 lakh rupees into creating one quality job. ഇനി ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടോടെ നമുക്ക് പറയാം. തമിഴ്നാട്ടിൽ ഈ വരുന്ന ജോലികളുടെ ഒരു ആവറേജ് സാലറി എന്ന് പറയും, ഇതാണ് വ്യവസായ വകുപ്പ് മന്ത്രി 2 ദിവസം മുന്നേ പറഞ്ഞത്. അതായത് കിറ്റെക്സ് അവരുടെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആവറേജ് വരുമാനവും IBM അവരുടെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആവറേജ് വരുമാനവും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. അവിടെ ഒരാൾ പ്രോബബ്ലി 1 ലക്ഷം രൂപ ആവറേജ് സാലറി വാങ്ങിക്കുമ്പോൾ കിറ്റെക്സിൽ അത് 20,000 രൂപയായിരിക്കും. അതായത് 5 ഇരട്ടി വെൽത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള നോളജ് സെക്ടർ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തമിഴ്നാടിനെ കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 45 ലക്ഷം രൂപ മുടക്കി 20,000 രൂപയുടെ ഒരു തൊഴിൽ ക്രിയേറ്റ് ചെയ്യുന്നതിലും 10 ഇരട്ടി ബെറ്ററായിട്ട് ഒരു നോളജ് എക്കോണമി ക്രിയേറ്റ് ചെയ്യുന്നത് വഴി ഓൺ ആൻ ആവറേജ് ഫ്രഷർ സാലറീസ് ഓഫ് അറൌണ്ട് 50,000 റുപ്പീസ് കൊടുത്തുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ജോലികൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇനി അതെന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും? കാരണം കാലാകാലങ്ങളായി സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ആ കാണുന്നത്. വി പ്രൊഡ്യൂസ് ടാലൻറ്റ് ഹു ക്യാൻ വർക്ക് ഫോർ ദ മൾട്ടിനാഷണൽസ് ഓഫ് ദ വേൾഡ്. അതിപ്പോൾ നമ്മൾ IBM ചെന്നാലും ഗൂഗിളിൽ ചെന്നാലും മൈക്രോസോഫ്റ്റിൽ ചെന്നാലും നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മലയാളികളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പല മേഖലകളിലെ പ്രശസ്തരായ ആൾക്കാർ
മലയാളികളായിട്ടുണ്ട്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ദാറ്റ് ഇസ് ബിക്കോസ് വി ഹാഡ് എ വെരി ഗുഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റം. അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെയും ഈ പറയുന്ന ഒരു ആസ്പിറേഷനെയും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 4-5 നിഷ് സെക്ടേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ. അതിലൊന്ന് ഞാൻ കരുതുന്നത് ആരോഗ്യ മേഖല തന്നെയാണ്. ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഇരിക്കുന്നതുകൊണ്ട് പറയുകയല്ല, പക്ഷേ എങ്കിലും ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. കാരണം പോസ്റ്റ് കോവിഡ് ലോകം ഏറ്റവും കൂടുതൽ നമ്മളെ വാച്ച് ചെയ്തത് ഹെൽത്ത് കെയറിലാണ്. അപ്പോൾ കെയർ പ്രോട്ടോകോൾസ്, കെയർ പ്ലാറ്റ്ഫോംസ്, ഡോക്ടേഴ്സ്, നഴ്സസ്, മൈക്രോബയോളജിസ്റ്റ്, ഓൾ ദീസ് പീപ്പിൾ ആർ പ്ലെൻറ്റി ഇൻ കേരള. അപ്പം ഹെൽത്ത് കെയർ നമുക്കൊരു സെക്ടറാകാം. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആദ്യത്തെ റോക്കറ്റ് നമ്മൾ തുമ്പയിൽ നിന്ന് ലോഞ്ച് ചെയ്തു. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്പേസ് സെക്ടറിൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരു ക്ലസ്റ്ററാണ് തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരം. എന്തുകൊണ്ട് നമുക്കൊരു സ്പേസ് സ്റ്റാർട്ടപ്പിനെയോ അല്ലെങ്കിൽ ഒരു ലാർജ് സ്പേസ് കമ്പനിയോ നമുക്ക് അവിടെ കൊണ്ടുവരാൻ കഴിയുന്നില്ല? അപ്പോൾ സാറിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം, ഔട്ട്സൈഡ് ഇൻ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. വി ആർ ഓൾവേസ് ട്രൈങ് ടു ബിൽഡ് ഫ്രം ഇൻസൈഡ് ഔട്ട്. ഇവിടെയുള്ള ആൾക്കാരെ വളർത്തി വലുതാക്കാം എന്നുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തിയിരുന്നത്. I think it's now about time that we start thinking about outside in. 2 things: 5 anchor companies, 5 sectors, and startups and companies coming into that sector. Thank you, Anoop. നമ്മുടെ ഈ പാനലിൽ one of the person who is not connected with I think this is not about our discussion, I hope, or a comment about Kerala's innovation led development model. ഇവിടെ നമ്മുടെ കൂടെ Deena Jacob is here. Deena is the CFO and one of the founder promoters of Open Technologies, one of the unicorns produced from Kerala. അപ്പം ഇവിടെ കേരളത്തിലെ വ്യാവസായിക അവസരങ്ങൾ, വ്യാവസായിക അന്തരീക്ഷം, സ്റ്റാർട്ടപ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയൊക്കെ ആൻഡ് സർക്കാരിൻ്റെ പല സ്കീംസിനെ പറ്റിയൊക്കെ ഫ്രം എ ആൻട്രപ്രനേഴ്സ് പെർസ്പെക്റ്റീവായിട്ട് എന്താണ് കാണുന്നത്, അതിൽ എന്താണ് സ്ട്രോങ് പോയിൻറ്റ്സ്, എന്താണ് വീക്ക്നെസ്സസ് എന്നുള്ള ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ട് ഞാൻ ദീന ജേക്കബിനെ ഇൻവൈറ്റ് ചെയ്യും. താങ്ക് യു സർ. ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ തിരകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ അതൊരു നല്ലൊരു എക്സസൈസ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഒരുപാട് ഓളങ്ങൾ തട്ടിയിട്ടാണ് ഒരു തീരത്തെത്താനായിട്ട് ഒരുപാട് ഓളങ്ങൾ അവിടെ നിന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പല സമയങ്ങളിലായിട്ട് ഒരു തിരയുടെ ശക്തി, തീരത്ത് ചേരുന്ന ഒരു തിരയുടെ ശക്തി എന്ന് പറയുന്നത് തന്നെ ഓരോ ഓളത്തിനും ഓരോ സമയത്തിനും അതിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ ഘടകങ്ങളും അനുസരിച്ചായിരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റർപ്രിനർഷിപ്പ്, അല്ലെങ്കിൽ ഒരു വ്യവസായം കൊണ്ടുവരിക, ഒരു ജോലി അല്ലെ ഒരു ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക. ഇതെല്ലാം ഒരു എക്കോസിസ്റ്റമാണ് നടക്കേണ്ടത്. അതിനകത്ത് അഭിമാനത്തോടെ പറയാം, ഞങ്ങൾ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനി ഇന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് കേരള ഗവൺമെൻറ് LP ആയിട്ടുള്ള ഫണ്ടിൽ നിന്നാണ്, ഫണ്ട് ഓഫ് ഫണ്ട്സ് ഓപ്പർച്യൂണിറ്റി നിന്നാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്നും ഒരുപാട് കാര്യങ്ങളിൽ കൂടെ ഞങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനീഷ്യൽ ഡേയ്സ് 2017 തുടങ്ങി. ആ സമയത്ത് ജസ്റ്റ് 10 പേര് വെച്ചിട്ട് ഒരു ഐഡിയയുമായിട്ട് തുടങ്ങിയതാണ്. അതിൽ നിന്നുള്ള യാത്രയിൽ കേരളത്തിനും കേരളത്തിൻ്റെ ദ എൻറ്റയർ ഇക്കോസിസ്റ്റം ആൻഡ് ദ ഗവൺമെൻറ് പുഷ്, ഇറ്റ് ഹാസ് ബീൻ ഇൻക്രെഡിബിൾ സപ്പോർട്ട്. So that way I would say that it is a commendable, exceptionally good place to be in. പക്ഷേ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ സൊസൈറ്റി തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഒരു 10 വർഷം മുമ്പ് നോക്കിയാൽ നമ്മളൊരു വ്യവസായം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി തന്നെ, നമ്മുടെ കാഴ്ചപ്പാട് തന്നെയായിരുന്നു ആദ്യം മാറേണ്ടിയിരുന്നത്. ഇപ്പം അതിൽ ഒരുപാട് മാറ്റം. എഗെയിൻ ഡ്യൂ ക്രെഡിറ്റ് ടു ദ എൻറ്റയർ ഇക്കോസിസ്റ്റം, റൈറ്റ് ഫ്രം സ്പീക്കിംഗ് അബൌട്ട് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഓരോ വ്യവസായം തുടങ്ങുന്നതിലും വളർത്തുന്നതിലും ഉണ്ടാകുന്നത്, അതിൽ നിന്നുള്ള ബെനിഫിറ്റ് എങ്ങനെയാണ്, എങ്ങനെ കാഴ്ചപ്പാട് മാറാൻ പറ്റും, നമ്മുടെ സ്വപ്നങ്ങളും പാഷനും. പഴയ പോലെ നമ്മൾ മേ ബി എഞ്ചിനീയറിംഗ് പോകും, മെഡിസിന് പോകും, അത് കഴിഞ്ഞിട്ട് ഇതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത്ത്, ജോലി, അങ്ങനെ മാത്രമല്ലാതെ മാറി ചിന്തിക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഓരോ കോളേജസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ആ ലെവലിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ സ്കില്ലിംഗ് ഉൾപ്പെടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ,
ഇതിൻ്റെ ബെനിഫിറ്റ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മളെപ്പോഴും ആൾക്കാർ ഇപ്പം നമുക്കൊരു 500 പേരുള്ള കമ്പനിയാണ്. അതിനകത്ത് നമ്മൾ ആൾക്കാർ എടുക്കുമ്പോൾ വി ഹാവ് സം ഓഫ് ദ സ്മാർട്ടസ്റ്റ് ബ്രെയിൻസ് ഫ്രം കേരള. Right from നമ്മളിപ്പം എന്ത് സൈഡിൽ നോക്കിയാലും, whether it is innovation, whether it is technology, whether it is marketing, so you have some brilliant brains. And we have a good blend of brains, both with artistic side, which is also required for customer side or marketing side, as well as on technology part of it. But ഇതാണ് നമ്മൾ ഫസ്റ്റ് ലിവറേജ് ചെയ്യേണ്ടത്. Can't agree more with what Anoop sir just mentioned about നമ്മൾ ഇൻഡസ്ട്രീസ് കണ്ടുപിടിക്കുക, നമ്മുടെ സ്ട്രെങ്ത്തിൽ പ്ലേ ചെയ്യുക, ഇൻഡസ്ട്രീസ് കണ്ടുപിടിക്കുക, ഹ്യൂമൻ റിസോഴ്സസ് സ്ട്രെങ്ത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിൽ പ്ലേ ചെയ്യുക, ആൻഡ് ബ്രിങ് ഇൻ ഇന്നോവേഷൻ. യെസ്, പ്രോബബ്ലി വി ഷുഡ് ഓൾസോ ബി ഓപ്പൺ ടു ഹൗ ഡു വി ആക്ച്വലി ടേക്ക് കെയർ ഓഫ് our resources and also get or probably the outside in view, right? And it should be a mix of wherever we have strengths, blend it with wherever we have some of the weaknesses or areas of improvement, bring in innovation, because this is the time where things are getting disrupted. So coming back to the second generation part of also, right? So if we just continue doing what we have been doing, the ways in which we have been doing in the last 10 years, next 2 years itself, it could be a huge challenge. So that's where നമ്മൾ ചിലപ്പം ടെക്നോളജി ആണെങ്കിലും ഡിജിറ്റൈസേഷൻ ആണെങ്കിലും innovation ആണെങ്കിലും we should rethink and relook at the ways in which we do traditionally certain things also. So right from industries, infrastructure, the ways in which people are skilled and upskilled, and ways in which we are going to leverage external ecosystem. ഇപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ആസ് എ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ്, whether it is through IDCs, whether it is through KADHA, whether it is through KSUM, the kind of ecosystem that is brought in from outside. ഇവിടെയാണ് നമ്മൾ ഈ ശക്തി, പല ഐഡിയാസ് ഉണ്ട്, ടാലൻ്റ് ഉണ്ട്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ ഒരു ഇക്കോസിസ്റ്റം വരുന്നത്. അതിനകത്ത് ഒരുപാട് എക്സ്റ്റേണൽ എക്സ്പോഷർ. വി സ്പോക്ക് അബൌട്ട് മാർക്കറ്റിംഗ്, ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു ടോക്ക് അബൌട്ട് വാട്ട് യു ഹാവ് ബിൽറ്റ് and what you have actually creating impact and telling it to the world. How do you package it and tell the external people this is what you require going forward? ഈ കാര്യത്തിലാണ് പലപ്പോഴും നമ്മൾ കുറച്ച് പുറകിലെങ്കിലും ആയിട്ടുള്ളത്. ടൂറിസം, യെസ്, വി ഡിഡ് എ ബ്രില്യൻറ്റ് ജോബ്, ബട്ട് ഓൺ വേരിയസ് അതർ തിങ്സ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഇൻഡസ്ട്രീസ്, one thing I have seen is when you work with early stage startups here, we have also worked very closely with the KSUM or incubators. What we see is there are brilliant ideas, that too in deep tech, and not just me too kind of ideas that can come. ഇത് എന്തുകൊണ്ട് ഒരു ലെവലിന് ബ്രീച്ച് ചെയ്യുന്നില്ല? മോസ്റ്റ് ഓഫ് ദ ടൈം ദ ഇഷ്യൂ ഈസ് ദ എക്സ്പോഷർ ആൻഡ് ദ വേസ് ഇൻ വിച്ച് യു ആർ ഏബിൾ ടു ടെൽ ഇറ്റ് ടു ദ വേൾഡ്. സോ ആ ചാനലാണ് നമ്മൾ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഒരു ആസ്പെക്റ്റ് പറഞ്ഞാൽ, ദ സെക്കൻഡ് ആസ്പെക്ട്, the good and bad of it is that, the good part is that the ecosystem has evolved and almost coming to a maturity stage wherein you can just go plug in and say, where do you get the resources, where do you get the finances, where do you get, because right from the government we have received grants, we have received idea stage, there is KSIDC, there are quite a few schemes, grants, institutions which are there to support you. And right from center to the again from the state government, the ways in which that collaboration is happening, itri karyangalellam, and the society is right there. It's all about taking your passion to the next level, getting the right mentors, connecting to the right ecosystem, because sometimes you also see the ignorance of, or rather a gap between what the government and the ecosystem is providing, and the awareness. So get into the networking part. Maybe don't get too closed or too ഒത്തിരി ലിമിറ്റഡ് ആവാതെ, നമ്മുടെ തന്നെ ചുറ്റുപാടിൽ ലിമിറ്റഡ് ആവാതെ, find the ecosystems. And it does exist in a state like Kerala. Unlike other states where you talk about innovation or startups or industries in pockets, in districts, in areas, we have a Kerala startup mission. We have a Kerala level, KADHA happening. So that's a brilliant model that we have in Kerala. And I would urge all of you who has a passion, this is the right time. You should just go ahead, because innovation, inside out and outside in, exceptionally important. Play in your strength, don't try to get on your weakness, and then move ahead, because there's a lot of opportunities. We are a small land of, God's own country, I must say, and plentiful resources, whether it is human resource or with, our brain, our place, everything. So I think it's a matter of putting together our strengths. Accept wherever we have weakness, don't play on that, strengthen your strengths,
accept what you can from outside in terms of what can strengthen you further in terms of collaboration, and please take care of, or rather, go back and get into the benefits of the ecosystem. Thank you, Deena. ഈ നമ്മുടെ ചർച്ചയിൽ വി ഫിനിഷ് വൺ റൗണ്ട്, വി ഹാവ് സം മോർ ടൈം. അപ്പോൾ നമ്മളൊരു വിൽ ടേക്ക് അനദർ 10 minutes ടു ഗോ വൺ മോർ ക്വിക്ക് റൗണ്ട്. അത് കഴിഞ്ഞിട്ട് വിൽ ഓപ്പൺ അപ്പ് ഫോർ 10 minutes ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രം ദി ഓഡിയൻസ്. ഈ അടുത്ത റൗണ്ടിൽ വാട്ട് ഐ വോണ്ട് ടു ട്രൈ ടു ഗെറ്റ് ഇസ് the role of innovation, technological, scientific innovation and all other forms of innovation, ഒരു സൊസൈറ്റി, ഒരു സമൂഹത്തിൽ വേർ വി ആർ റിസോഴ്സ് കൺസ്ട്രെയിൻഡ്, വേറെ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം കൺസ്ട്രെയിൻസ് ആയിട്ടുള്ളപ്പം there are other examples in the rest of the world about countries which have been able to make great progress by focusing on innovation, focusing on human resources. I want to ask Dr. P.V. Unnikrishnan, but here I request each of you to take about 2 minutes to 3 minutes each for this, to explain how endana ee education sectoral interventions to try and create a innovation ready bunch of people who will come out from the education system prepared for innovation and willing to try out new things, which means they must be willing to fail, willing to experiment. Okay, thank you. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇതുവരെ കേട്ടത് പ്രധാനമായിട്ടും ഒരു ഇൻഡസ്ട്രി അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പിൻ്റെയും ഒരു പെർസ്പെക്റ്റീവാണ് അനീഷും അതുപോലെ പിന്നെ അനൂപ്പും അതുപോലെ തന്നെ ഇതിനെയും സൂചിപ്പിച്ചത് പ്രധാനമായിട്ട് അതാണ്. ആ ഒരു അപ്രോച്ച് വാല്യൂ ക്രിയേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ എങ്കിൽ തന്നെയും ഒരു ഇന്നൊവേഷൻ ലെഡ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഡെമോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ ഒരു 12 മുതൽ 37 വരെ ഉള്ള വയസ്സുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1.5 കോടി, 1 കോടി 30 ലക്ഷം, 1 കോടി 40 ലക്ഷം വരെ. ഇത്രയും പേർക്ക് എന്താണ് നമ്മുടെ ഉൽപ്പാദന പ്രക്രിയയിൽ അനൂപ് നേരത്തെ സൂചിപ്പിച്ച ഒരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയുടെ ട്രാൻസിഷന് വേണ്ടി എന്ത് വാല്യൂ ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്, അവർക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ലഭ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാതൃകയാണ് ട്രിപ്പിൾ ഹെലിക്സ് എന്ന് പറയുന്ന മാതൃക. സിലിക്കൺ വാലിയിലും ഇപ്പോൾ ചൈനയിലും ഇന്ത്യയിലും ഒക്കെ തന്നെ ട്രൈ ഔട്ട് ചെയ്യുന്ന, നെതർലാൻഡ് അടക്കമുള്ള സൗത്ത് കൊറിയ അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളിലും ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയും ഗവൺമെൻറ്റും അക്കാഡമിയ ആൻഡ് റിസർച്ചും കൂടെ ചേർന്നുകൊണ്ട് പരസ്പര ബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് പറയുന്ന ആ ട്രിപ്പിൾ ഹെലിക്സ് സിസ്റ്റം, ഒരു ഇന്നോവേഷൻ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കേരള സർക്കാർ അതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നത്, ഒന്ന്, കേരളത്തിലെ സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ് നല്ലൊരു പങ്ക് വിക്കറ്റ് പ്രോബ്ലംസ് ആണ് പറയുക, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഇന്റർ കണക്റ്റഡ് വാട്ടർവേസ്, അങ്ങനെയുള്ള സങ്കീർണതകളുള്ള വളരെ ഫാസ്റ്റായിട്ടുള്ള ഡിസെൻറ്റ് ഫ്രം ദ വെസ്റ്റേൺ ഗാർഡ്, ബയോഡൈവേഴ്സിറ്റി, വളരെ ഫ്രജൈലായിട്ടുള്ള പിന്നെ എക്കോസിസ്റ്റം, ഹൈ ബയോഡൈവേഴ്സിറ്റി ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്കുണ്ട്. അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണമെങ്കിൽ, ഒരു മാസീവായിട്ടുള്ള ഇൻ്റർവെൻഷൻ നടത്തണമെങ്കിൽ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ, അത് ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു കൾച്ചറും മെക്കാനിസവും ഉണ്ടാവണം. അതിന് പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ഇവിടെ ഉണ്ടാവണം. ആ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നൊവേഷൻ എക്കോസിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിനകത്ത് ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, എഡ്യൂക്കേഷൻ സിസ്റ്റം അടക്കമുള്ള മേഖലകളിൽ കൃത്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കോർഡിനേറ്റഡ് പ്രോജക്ട്സ് കൊണ്ടുപോകുന്നു, കൺസോർഷ്യ ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നു, കട്ടിംഗ് എഡ്ജ് ഏരിയാസ് ആയിട്ടുള്ള മൈക്രോബയോം, ന്യൂട്രാക്യൂട്ടിക്കൽസ്, ജീനോമിക്സ് തുടങ്ങിയിട്ടുള്ള ഏരിയാസിൽ വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് വേണം നമ്മുടെ ഇന്നോവേഷൻ എക്കോസിസ്റ്റത്തെ കാണാൻ. Traditional models of economic development have been investment led. അപ്പോൾ നമ്മൾ ഈ ഡോക്ടർ ഉണ്ണികൃഷ്ണനും അനൂപ്പും ഹനീഷും ഒക്കെ സംസാരിക്കുമ്പം ഇറ്റ് ഈസ് നാച്ചുറൽ ഫോർ അസ് ടു തിങ്ക്, യെസ് ഇതെല്ലാം പ്ലാൻസ് ഒക്കെയാണ്, ബട്ട് വേർ ഇസ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്? ആ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലും
ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിൻ്റെ ലഭ്യത കുറവായിരിക്കുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് ഇന്നൊവേഷനും നോളജും വെച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി മുന്നോട്ട് കൊണ്ടുവരുന്നത്. സോ വി നീഡ് ടു, that is why we need to change our approach and cannot do exactly what the other states or other parts of the country are doing. അവർക്ക് ഡിഫറെൻറ്റ് റിസോഴ്സ് എൻഡോമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ I want to open it to either of Hanish or to Anoop to tell us about innovation-led ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. അതിനാണ് I'm coming back to the issue as to we cannot here wait for a proposal to come. ഒരു proposal to come. We have to go out and seed those proposals, seed the society so that ഈ മാതിരിയുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസ് must come up, must come forward. അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും സ്കീംസോ പ്രോഗ്രാംസ് ഉണ്ടോ? നമ്മൾ തീം ഏരിയാസായിട്ട് 22 തീം ഏരിയാസ് വെച്ചു. അത് വാസ്തവത്തിൽ ചുരുക്കണം അത്യാവശ്യമെന്ന് ഇന്നിപ്പോൾ തോന്നിപ്പോകുന്നു. ഞാനും കൂടെ ചേർന്നാണ് തീം ഏരിയ ഉണ്ടാക്കിയതെങ്കിൽ പോലും അത്രയും തീംസ് വേണ്ടിയിരുന്നു എന്ന് സംശയം. രണ്ടാമത്, നമ്മുടെ ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന നാളത്തെ എൻ്റർപ്രനേഴ്സും അവർ പഠിച്ചു വന്ന് ഈ പറഞ്ഞ പോലെ നാനോ എൻ്റർപ്രൈസസ് ആരംഭിക്കുമ്പോൾ കൃത്യമായിട്ടൊരു ഫോക്കസ് ഏരിയാസ് ഒരു 3-4 കൊടുത്ത് ഒരു 10-12 ഐഡിയേഷൻ കഴിഞ്ഞ് വളരെ സൂക്ഷ്മതയോടുകൂടി ചെടി നട്ട് വളർത്തുന്നത് പോലെ അവയെ യൂണിക്കോൺ ലെവലിൽ എത്തിക്കുവാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കേരളത്തിൻ്റെ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ ഡ്രിവൻ ഇക്കോണമിയുടെയും കൃത്യമായിട്ട് ഐഡിയ ഡ്രിവൻ ഇക്കോണമിയുടെയും ഏറ്റവും മികച്ച സാധൂകരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനൂപിന് കൂടുതൽ പറയാൻ സാധിക്കും. സർ, ഞാൻ ഇതിനകത്ത് എന്താണ് ഔട്ട്പുട്ട് വന്നതെന്ന് നമുക്ക് പറയാം. ഇതുവരെ ചെയ്ത ചില പ്രവർത്തനങ്ങളിൽ നിന്നുള്ള 1-2 ഔട്ട്പുട്ടുകൾ അത് സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനികളുടെ രൂപത്തിൽ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് പായൽ നമ്മുടെ നാട്ടിലെ ഒരു വലിയ പ്രശ്നമാണ്. പായലിൽ നിന്ന് പായലിൽ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം, പായലിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയും, ഇതൊരു സോഷ്യൽ പ്രോബ്ലമാണ് വിച്ച് ഹസ് ബീൻ പോസ്ഡ് ടു മെനി സ്റ്റുഡൻസ് ഇൻ ദ പാസ്റ്റ്. അതിലൊരു പയ്യൻ ചെയ്തത് പായലിൽ നിന്ന് ബിസ്ക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ആൾ ചെയ്തത് പായലിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ പായലിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കിയ ആൾ അതൊരു കമ്പനി ഫോർമേഷനിലേക്ക് ആയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയ ആൾ അൾട്ടിമേറ്റ്ലി 10 മില്യൺ, അതായത് ഏകദേശം 80 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് US നിന്ന്. ഈ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് അവരവിടെ പാട്ട് ഉറക്ക വെക്കുന്നത് എന്നുള്ളത് ഒന്ന് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ അത് കൂവലായിരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ അനവധി സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എന്താണ് നമ്മുടെ സ്ട്രെങ്ത്തുകൾ എന്താണ്? ആരോ ഒരാൾ എന്നോട് പറഞ്ഞ് ബോർഡിലൊന്ന് എഴുതിയിടാവോ നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണോ? നമ്മളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു സാധാരണ സ്റ്റേറ്റിൽ നിന്ന് മറ്റേതൊരു സംസ്ഥാനത്തെക്കാട്ടിലും സാമൂഹ്യമായി നമ്മൾ മുന്നേറ്റം നേടി എന്നുള്ളതാണ്. അതിദാരിദ്ര്യവാന്മാർ വെറും 0.6% മാത്രമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. വിച്ച് മീൻസ് വി ഹാവ് സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ് ടു ഡീൽ വിത്ത്. 2, ഭയങ്കരമായ ജൈവ വൈവിധ്യമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മളുടേത്. ഭയങ്കരമായ ജൈവ വൈവിധ്യം, അഗസ്ത്യാർ മലകൾ മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള പിന്നെ മലകളിലും കായലുകളിലും കടലുകളിലും നിറഞ്ഞു നിൽക്കുന്ന ജൈവ വൈവിധ്യ സമ്പത്തിനെ നമുക്കെങ്ങനെ ഒരു ഇന്നൊവേഷനായി മാറ്റാം, അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് സ്വയം പോസ് ചെയ്താൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പണ്ട് ഒരു കുട്ടിയോട് ഇതിനെപ്പറ്റി ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പറയും, നീ ഇതൊന്നും ആലോചിക്കണ്ട, ഇപ്പം പോയിരുന്ന് പഠിക്കൂ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയും. ഇന്ന് നമുക്ക് ഈ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം KDISCിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ തലം മുതൽ റിസർച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ വരെ എത്തിച്ചെല്ലുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ചുറ്റും കാണുന്ന പ്രശ്നങ്ങൾ പോസ് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാനുമുള്ള ഒരു വേദി ഇന്ന് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആ വേദിയിൽ കൂടി കടന്നു വരുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അതിനൊരു കമേഴ്ഷ്യൽ സാധ്യത, വി കോൾ ഇറ്റ് 2. 1 is the technical feasibility, സാങ്കേതികമായി അവർ പറയുന്ന ആശയം നടപ്പിൽ വരുത്താൻ കഴിയുന്നതാവണം. 2, അതിനൊരു കമേഴ്ഷ്യൽ വയബിലിറ്റി ഉണ്ടാവണം, അതായത് അത് വെച്ച് നമുക്കൊരു ബിസിനസ് ഉണ്ടാക്കി റൺ ചെയ്യാൻ കഴിയും. സോ ഇഫ് ദർ ഇസ് എ ടെക്നിക്കൽ ഫീസിബിലിറ്റി ആൻഡ് എ കമേഴ്ഷ്യൽ വയബിലിറ്റി, then startup mission picks up the ideas that is being germinated by the YIP and help them to grow. That is what we are trying to do, sir, at this point of time. Some of the successes include Gen Robotics, Sara Biotech,
ആൻഡ് ഐ ഫൊഗോട്ട് ദാറ്റ് ആലപ്പി എന്നുള്ള ആൽഗെ പേപ്പർ ഉണ്ടാക്കുന്ന പയ്യൻ്റെ പേര് ഓർമ്മ, SD കോളേജിൽ നിന്ന് വന്ന കമ്പനി. അങ്ങനെ ഒട്ടനവധി അത്തരത്തിലുള്ള ആശയങ്ങൾ ഇന്ന് നമ്മളുടെ മുന്നിലുണ്ട്. Now we'll open up the discussion. After that, we'll have one more, maybe some closing statements. ഇപ്പോൾ അടുത്ത ഒരു 10 മിനിറ്റ് ഇസ് അവൈലബിൾ ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രോം ദി ഓഡിയൻസ്. ആർക്കെങ്കിലും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ഫോർ ദ മൈക്ക്. യു കൻ ജസ്റ്റ്. താങ്ക് യു സർ. എൻ്റെ പേര് മുഹമ്മദ് അഞ്ചൽ. ഞാൻ ഇവിടെ മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിൽ നിന്ന് വരുന്നു. എനിക്കൊരു ചെറിയ സജഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഞങ്ങളുടെ കൂടെയൊക്കെ പഠിച്ച് വലിയൊരു ശതമാനം കുട്ടികൾ ഇപ്പോൾ PhD ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും കാണൽ എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ PhDക്കുള്ള ഒരു പ്രത്യേകത ഇതെല്ലാം ഇന്റർ ഡിസിപ്ലിനറി ആണ്. ഒരു ഡിസിപ്ലിനിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒന്നിലധികം ഡിസിപ്ലിനിലുള്ള. അതിനുള്ളൊരു മെയിൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയാണ്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഞാൻ. ബിറ്റ്സ് പ്ലാനിൽ നിന്ന് ഒരു ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ ഞങ്ങൾ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ സയൻസ് പഠിച്ച് വന്നവരാണെങ്കിലും പൊളിറ്റിക്സും സംസാരിക്കും, ബയോളജി എഞ്ചിനീയറിംഗുകാരാണെങ്കിലും ബയോളജിയും സംസാരിക്കണം. കാരണം ഇതെല്ലാം നമ്മൾ സ്കൂളിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ മാത്രം പ്രത്യേകതയാണ്. ആന്ധ്രയിൽ നിന്ന് വന്ന ഒരു കുട്ടിക്ക് ഫിസിക്സോ മാത്സിൻ്റെ അപ്പുറം പറയാൻ പലപ്പോഴും പറ്റാറില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ PhD ചെയ്യുന്നതും ഇങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി പ്രൊജക്ട്സിലാണ്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന റിസർച്ചുകളും ഭയങ്കര വാല്യൂ അഡീഷൻ ഉള്ളതാണ്. പക്ഷേ ഇവിടെ മുടങ്ങിക്കിടക്കുന്നത് ഈ ഐഡിയ ആയിട്ട് ആദ്യം എവിടെ ചെല്ലണം, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം എവിടെ ചെല്ലണം? ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. രണ്ടാമത്തത് ലൊക്കേഷനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും തോന്നുന്നില്ല ഒരു ബാംഗ്ലൂർ കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ് ആണ് കേരളം നോക്കുന്നതെന്നുള്ള. കാരണം ആ ഒരു സിറ്റി, അതിൻ്റെ ഉള്ളിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ, ബട്ട് ത്രൂ ഔട്ട് കേരളം ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്ലാൻസ് എന്താണ്, ഇഫ് യു ക്യാൻ ഡിസ്ക്രൈബ്? Can I request Anoop to answer and probably Dr. Unnikrishnan can supplement? ആദ്യം ഇന്റർ ഡിസിപ്ലിനറി റിസർച്ചിനെ കുറിച്ചാണ് സംസാരിച്ചത്. അത് ഞാൻ ഇപ്പോഴത്തെ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞങ്ങളുടെയൊക്കെ കാലത്തും ഇപ്പോഴും ഒരു വലിയ അളവ് വരെ കമ്പ്യൂട്ടർ സയൻസുകാർ 4 പേര് ചേർന്നൊരു കമ്പ്യൂട്ടർ സയൻസ് പ്രോജക്റ്റ് ചെയ്യും, ഇലക്ട്രോണിക്സുകാർ 4 പേര് ചേർന്നൊരു ഇലക്ട്രോണിക്സ് പ്രോജക്റ്റ് ചെയ്യും. അതിന് വലിയ മാറ്റം ഇന്നും വന്നിട്ടില്ല. ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ ചെന്നപ്പോഴും ഞാൻ പ്രിൻസിപ്പളിനോട് സജസ്റ്റ് ചെയ്ത അതാണ്, യു ഷുഡ് പ്രൊമോട്ട് ഇന്റർ ഡിസിപ്ലിനറി പ്രോജക്ട്സ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് അറ്റ്ലീസ്റ്റ് ടു ബിഗിൻ വിത്ത്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഓരോ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്നൊവേഷൻ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്, സാർ ഇവിടെ സൂചിപ്പിച്ച IDCകൾ എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഈ IDCകളുടെ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യുക, സോ ദാറ്റ് ഒരു legal or a law college can participate in the legal aspects of the company. An arts college can participate in the social aspect of the company. അങ്ങനെ ഒരു ക്ലസ്റ്റർ വഴി ഇത്തരത്തിലുള്ളൊരു ഇൻട്രാക്ഷൻ പോസിബിൾ ആക്കാനുള്ളൊരു ശ്രമം ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, എവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത്? നിങ്ങൾക്ക് 2 രീതികൾ തുടങ്ങാം. ഒന്ന്, ഒരു ഏർലി മോഡ് ഓഫ് റിസർച്ച് ആണ്. അതായത് ഞാനിപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ്, ഒരു ലിറ്ററേച്ചർ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നു, എനിക്കൊരു സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. അത്തരത്തിലുള്ളൊരു ഏർലി മോഡിൽ ഒരു ഇന്നോവേഷൻ ആണ് ചെയ്യേണ്ടതെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് യു ഗോ ടു YIP and start working with that program, because you will get access to a lot of researchers in that process. കാരണം ഏകദേശം എത്ര മാഷ് അതിനെക്കുറിച്ച് കൂടുതൽ പറയും. There are so many institutions that has enrolled into YIP as partner institutions who can give you enough and more knowledge about how do you translate. ഇനി നിങ്ങൾ റിസർച്ചിൻ്റെ ഒരു പടി കടന്ന്, അതായത് ഒരു 2-3 വർഷത്തിൻ്റെ അവസാനം ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് യു അപ്രോച്ച് സ്റ്റാർട്ടപ്പ് മിഷൻ, because we offer a 30 lakh R&D grant to translate your research into a minimum viable product. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ. ഇനി എവിടെയാണ് ഞാൻ പോകേണ്ടത്, എവിടെ ഇരുന്നാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തരവാണ് ഞാൻ എപ്പോഴും എല്ലാ പ്രസംഗങ്ങളിലും പറയാനുള്ള ഒരു കാര്യമാണ്. കേരളം എന്ന് പറയുന്നത് 38,000 ചതുരശ്ര കിലോമീറ്ററിൽ ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള, K-ഫോൺ വഴി ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അർബൻ കൺഗ്ലോമറേഷനാണ്, ഒരു നഗരമാണ്, ഒരു വലിയ നഗരമാണ്. കേരളത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. അതിനുള്ള ഫിസിക്കൽ സ്പേസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ജോലിയാണ്. വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് ടു ക്രിയേറ്റ് ലീപ് കോവർക്കിംഗ് സെൻറ്റേഴ്സ് ഇൻ ഓൾ ഡിസ്ട്രിക്ട്സ് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ ഗോ. ഏത് ജില്ലയിലുമുള്ള ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ലീപ് കോവർക്കിംഗ് സെൻറ്റർ എങ്കിലും സൃഷ്ടിക്കുക. ഇപ്പം നമുക്ക് 6 എണ്ണമാണുള്ളത്. തിരുവനന്തപുരം, കൊച്ചി, കാസർഗോഡ്, കണ്ണൂർ,
പാലക്കാട്, കൊട്ടാരക്കര, ഇത്രയും സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ലീപ് കോവർക്കിംഗ് സെൻറ്റേഴ്സ് ഉള്ളത്. അത് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ലീപ് സെൻറ്റേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ആദ്യത്തെ അപ്രോച്ച് പോയിന്റ് എന്ന് പറയുന്നത്. താങ്ക് യു. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും സപ്ലിമെൻ്റ്? ഞാൻ ഒറ്റ പോയിന്റ് മാത്രം പറയാം. പിന്നെ അദ്ദേഹം പറഞ്ഞ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരുപാട് മേന്മയുണ്ട്, ചില മേന്മകളൊക്കെ ഉണ്ട്, ഇല്ലാതെ പറയുന്നില്ല. ഞങ്ങളൊക്കെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരുപാട് പോരായ്മയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം റിയൽ ലൈഫ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിൻ്റെ അന്വേഷണം ഇന്നും നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഒരു ഘടകമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നേരത്തെ പറഞ്ഞ ഇപ്പോൾ കൊറിയയിലോ അല്ലെങ്കിൽ സിംഗപ്പൂരോ അതുപോലുള്ള സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ അവിടുത്തെ വൊക്കേഷണലൈസേഷനും ടെക്നിക്കൽ എഡ്യൂക്കേഷനൊക്കെ ഭാഗമായി സാധിച്ചിട്ടുള്ള കാര്യം. അത് ചെയ്യുന്ന വഴി യഥാർത്ഥത്തിൽ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള പരിശോധനകൾക്കൊക്കെ വലിയ സാധ്യത യഥാർത്ഥത്തിൽ അതിനകത്ത് വരും. അനൂപ EDCയുടെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു, ബ്ലോക്ക് ഡെവലപ്മെന്റ് അല്ല ബ്ലോക്ക് ലെവൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ലോക്കൽ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് കേരളത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള വികസന പ്രശ്നങ്ങളെ മുൻനിർത്തി ഇത്തരത്തിലുള്ള ക്ലസ്റ്റർ മെക്കാനിസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എഫർട്ട് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ IEDCയും ഈ ക്ലസ്റ്റേഴ്സുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ബ്ലോക്ക് തലത്തിലും മുനിസിപ്പൽ തലത്തിലും പ്രവർത്തിക്കുന്നതിന് ഒരു സ്കോപ്പുണ്ട്. അതുവഴി ഈ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരെങ്കിലും ഉണ്ടോ? എനി മോർ ക്വസ്റ്റ്യൻസ്? അതർവൈസ് ആഫ്റ്റർ മിസ്റ്റർ ഹനീഷ്. മിസ്റ്റർ PV ഉണ്ണികൃഷ്ണൻ പറഞ്ഞെടുത്ത് നിന്ന് ഞാൻ ടേക്ക് ഓഫ് ചെയ്യുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അതായത് ഞാനതാണ് നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഒരു ഈ കണക്ട് ബിറ്റ്വീൻ ദി അക്കാഡമിയ ആൻഡ് ഇൻഡസ്ട്രി, അക്കാഡമിയ ആൻഡ് സൊസൈറ്റി, അത് ഗണ്യമായിട്ടുള്ള പോരായ്മ നമുക്കുണ്ടായിട്ടുണ്ട്. അതിന് കാരണം ഈ UP തലം കഴിഞ്ഞപ്പോൾ ഹൈസ്കൂൾ തലം എത്തുമ്പോഴേക്കും വൊക്കേഷണൽ ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് ഈ 10ാം ക്ലാസ്സിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടുന്നവർക്ക് പോകേണ്ട ഒരു വഴിയുടെ പേരാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന ആ സങ്കല്പത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മാറ്റം ഉണ്ടായേ പറ്റും. അത് 8ാം ക്ലാസ് മുതൽ ഒരു സ്കില്ലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു നൈപുണ്യം നേടിയെടുക്കാൻ ഈ കുട്ടികൾക്കാവുകയും 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അതിനുള്ള ക്രെഡിറ്റ് പോയിൻറ്റ്സ് കൊടുക്കുന്ന ഒരവസ്ഥ വരിക. അതിൻ്റെ അടുത്ത ഘട്ടമാണ് IEDC എന്ന് പറയുന്ന നമ്മുടെ ഇന്നൊവേറ്റീവ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. അവിടെ ഈ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള, പിന്നെ ഉണ്ണി പറഞ്ഞത് ബ്ലോക്ക് ലെവലിൽ അങ്ങനെ ഇൻ്റഗ്രേഷൻ ആകാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനെല്ലാം അപ്പുറത്തുള്ളൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണ്. അൾട്ടിമേറ്റ്ലി ഈ ലോകത്തെ കമ്പോളത്തിൽ ഇത് കൃത്യമായിട്ട് കൊണ്ട് ഫോക്കസ് ചെയ്ത് എത്തിക്കുക, പ്ലേസ് ചെയ്യുക എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിന് മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, ബ്രാൻഡ് ഇക്വിറ്റി ക്രിയേഷൻ, അത് ഒരു സാധാരണ ഒരു വിദ്യാർത്ഥിക്കോ ഒരു സംരംഭകനോ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അവിടെയാണ് ഞാനൊരു വളരെ അത്രത്തോളം പൂർണ്ണമായിട്ട് ശരിയായ ഉദാഹരണമായിരിക്കില്ലെങ്കിലും പറയുകയാണ്, എന്താണ് ഈ ബാംഗ്ലൂരിൻ്റെ വലിയ പ്രത്യേകത IT ഹബ് എന്ന രീതിയിൽ? അവിടെ എന്താണ് സർക്കാരുകൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ, വ്യവസ്ഥിതികൾ ചെയ്തത് എന്ന് നമ്മൾ നോക്കിയാൽ അതിന് വേണ്ടുന്ന പര്യാപ്തമായ രീതിയിലുള്ള ഒരു പ്രമോഷൻ നൽകി എന്നതാണ്. 2 പൊതുവായ സൗകര്യങ്ങൾ നൽകി. അപ്പോൾ നമ്മളിവിടെ പൊതുവായ സൗകര്യം നൽകുന്നില്ലെന്ന് ചോദ്യമുണ്ട്. ഉണ്ട്, പക്ഷേ നമുക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ ആവുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും മികച്ച കുറേ കമ്പനികൾ ഇവിടെ ഉണ്ടായിട്ട് ആരും അതിനെപ്പറ്റി മലയാളികൾ പോലും അറിഞ്ഞില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇൻസെൻറ്റിവൈസേഷൻ ഓഫ് ദ വൊക്കേഷണൽ ആസ്പെക്ട് ഓഫ് എഡ്യൂക്കേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നിന്ന് മാത്രമേ, ഈ വേരിൽ നിന്ന് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. Any more questions? Please. സാർ, ഇപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അറ്റ്ലീസ്റ്റ് 10th വരെ എല്ലാവരും എല്ലാം പഠിക്കണം എന്നൊരു ലെവലിലേക്കാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഇപ്പം സ്ട്രെങ്ത് ബേസ്ഡ് പ്ലേ ചെയ്യുക, വീക്ക്നെസ് കൊളാബറേറ്റ് ചെയ്യുക, ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് കുട്ടികൾ, ലൈക്ക് ടീച്ചേഴ്സാണെങ്കിലും കുട്ടികളാണെങ്കിലും ആ ലെവലിലോട്ട് എത്താൻ പറ്റുന്നൊരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്, ലൈക്ക് അങ്ങനൊരു ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇപ്പോഴും സ്ട്രെങ്ത് ബേസ്ഡ് പ്ലേ ചെയ്യുക, വീക്ക്നെസ് എന്ന് പറയുന്നത് കുറവായിട്ട് കാണാതെ കൊളാബറേറ്റ് ചെയ്യുക എന്ന ലെവലിൽ സ്കൂൾ ലെവലിൽ തന്നെ കുട്ടികൾക്ക് ആ ഒരു ലൈക്ക് വിഷൻ ഇല്ലാത്തൊരു അത് കൺസേൺ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം എന്ന രീതിയിൽ?
So I agree to that in the sense, ഇതിനകത്ത് നമ്മൾ ഈ പറയുന്നത് മുഴുവനും ഗവൺമെൻറ് ലെഡ് ആൻഡ് ദ എക്കോസിസ്റ്റം കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചു, ആൻഡ് ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ദാറ്റ് ദർ ആർ ക്വൈറ്റ് എ ഫ്യൂ തിങ്സ് വിച്ച് ആർ ഓൾറെഡി ദെയർ. പക്ഷെ നമ്മളിപ്പം നമ്മൾ ചെയ്യുന്ന ഒരു പോയിന്റിൽ നിന്ന് നോക്കുവാണെങ്കിൽ, ഇവൻ സ്റ്റുഡൻസിൻ്റെ കേസ് ആണെങ്കിലും, ഈ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന എൻ്റർപ്രണർഷിപ്പ് ഈസ് എ മൈൻഡ് സെറ്റ് ആൻഡ് എൻ ആറ്റിറ്റ്യൂഡ് ഫോർ ദാറ്റ് മാറ്റർ. അത് നമ്മൾ ഏത് ലെവലിൽ എന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചില സബ്ജക്ട്സിൽ ചിലപ്പോൾ വീക്ക് ആയിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹൗ ആർ യു ബാലൻസിങ് ഇറ്റ്? ആർ യു vying for that first rank, or are you like balancing it out on something which you really love and something which you just have to make sense of it? I'll tell you why that is important. Mainly because ഇപ്പോൾ ഒരു കമ്പനി നടത്തുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിംഗ് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് യുവർ സ്ട്രെങ്ത് മൈറ്റ് ബി ഇൻ പ്രൊഡക്റ്റ്. യു കാൺട്ട് ഇഗ്നോർ മാർക്കറ്റിംഗ് ഫോർ ദാറ്റ് മാറ്റർ. അത് ചെയ്യുന്ന ലീഡറിൻ്റെ സ്ട്രെങ്ത് ആയിരിക്കത്തില്ല. ദാറ്റ്സ് വെയർ യു നോ ഹൗ ടു പുൾ ഇൻ ദ റിസോഴ്സസ് ആൻഡ് എൻഷുർ ഓവറോൾ ഗോൾ വരെ എത്താനായിട്ട്. So think of it from that way. This has to be driven in the students' minds right from other upstream in the കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴും right from the school, identify the skill, have the opportunity to strengthen on that. At the same time ബാക്കി കാര്യങ്ങൾ അവർ എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, അത് ഒരു ലെവൽ ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ് ടു കം ഫ്രം ദ ഓവറോൾ എഡ്യൂക്കേഷണൽ സിസ്റ്റം, വിച്ച് ഈസ് വൈ ഓൾട്ടർനേറ്റ് സിസ്റ്റംസ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് തന്നെ ഒരുപാട് ചേഞ്ചസ് ഇൻ ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരണമെങ്കിൽ നമ്മൾ സ്റ്റുഡൻസും കൂടെ അല്ലെങ്കിൽ ആ വളരുന്ന സമയത്ത് ഓരോരോ സ്റ്റേജിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചാനലൈസ് ചെയ്യണം അതിനകത്തോട്ട്. There are opportunities, so it's about, the ones who come up will be about the ones who really go get the opportunities, find the opportunities, get there, find the balance. നമ്മുടെ സ്ട്രെങ്ത് കൊണ്ടുപോയി ഒരാളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റണം, ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അതാണ് പഠിക്കുമ്പോഴും നമ്മുടെ ബാലൻസ് വരുന്നത്. അത് കഴിയുമ്പോൾ എല്ലാവരും ഈ എൻ്റർപ്രണർഷിപ്പ് എല്ലാം ചെയ്യുന്നതിനകത്ത് നമ്മൾ എൻ്റർപ്രണർ ആയിക്കൊള്ളണമെന്നില്ല. ഒരു സാധനം തുടങ്ങുന്നതിന് പകരം നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പിൽ ഒരാളെ എടുക്കുമ്പോഴാണെങ്കിലും ഇനീഷ്യൽ സ്റ്റേജസ് ദ എൻറ്റയർ ടീം ഹാസ് ടു ബി ലൈക്ക് എൻ എൻ്റർപ്രണർ. അതാകാൻ പറ്റുമോ? സോ ദാറ്റ്സ് വെയർ ഐ വുഡ് തിങ്ക് വി ഷുഡ് ഗോ അഹെഡ്. Thank you. I think we are coming to the end of our time. So I will request, we have about 3 minutes. അപ്പം ഇതിൽ can I request either Dr. Unnikrishnan or Anoop, from the point of view of the innovation-led economic development model which we are thinking about, കുറച്ച് കൺക്ലൂഡിംഗ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ പ്രധാനമായിട്ടുള്ള ആശയങ്ങൾ വെച്ചിട്ട് ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് വി ക്യാൻ എൻഡ് ദിസ് സെഷൻ. ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നൊവേഷൻ്റെ തിയററ്റിക്കൽ അക്കാഡമിക് ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞാൽ 2 മോഡൽസ് ഉണ്ട്. ഒന്ന് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ, രണ്ടാമത്തത് DUI ഇന്നൊവേഷൻ, ഡൂയിങ്, യൂസിങ് ആൻഡ് ഇൻട്രാക്ടിങ്. കേരളത്തിലെ വികസനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വളരെ വ്യക്തമാണ് സയൻസ് ആൻഡ് ടെക്നോളജി ലെഡ് ഇന്നൊവേഷൻ കൊണ്ട് മാത്രം കേരളത്തിൻ്റെ വികസനത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. DUI ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇറ്റ്. എക്സ്പീരിയൻഷ്യൽ ഇന്നൊവേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഇതാണ് മിക്കവാറും ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ വിജയത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം. അതാണ് അതിൻ്റെ ഒരു പോരായ്മ. വളരെ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ് നമുക്കില്ല. എന്നാൽ അതേ സമയത്ത് നമുക്ക് മാർക്കറ്റിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന രൂപത്തിലുള്ള കുറേ സൊല്യൂഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അത് മാത്രം കൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. നമുക്ക് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസും വേണം. അപ്പോൾ അതിനകത്താണ് ഇപ്പോൾ ഉദാഹരണത്തിന് കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം, കേരളത്തിൽ നമ്മൾ കേരള ജീനോം ഡാറ്റാ സെൻറ്റർ തുടങ്ങിയിട്ടുള്ള വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ചില ഇൻ്റർവെൻഷൻസും കൂടെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും നമ്മുടെ സ്റ്റാർട്ടപ്പും MSME ഡെവലപ്മെൻറ്റും കൂടെ ഏകോപിപ്പിക്കുമ്പോഴാണ് ഒരു ഇന്നോവേഷൻ ഡെവലപ്മെൻ്റ് ഒരു മാതൃക ഉണ്ടാവുക. താങ്ക് യു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. ഐ തിങ്ക് വി ഹാവ് കം ടു ദ എൻഡ് ഓഫ് അവർ ടൈം. ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു വിഷയമാണ്. വളരെ നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾ, ബിസിനസ്സുകാർ, സമൂഹം തന്നെ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് സംസാരിക്കുകയും ചർച്ച ചെയ്യും ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഐ ബിലീവ് ദാറ്റ് ദി പാനലിസ്റ്റ് ഹാവ് ഗിവൻ ഒരു ഫ്ലേവർ ഓഫ് വാട്ട് വി നീഡ് ടു ഡു ഇൻ കേരള. വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ സംസ്ഥാനത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, എന്താ ചെയ്യാൻ അവർ ശ്രമിക്കുന്നു എന്ന്.
I thank all the panelists for having given such valuable and I also thank the audience which has grown during the session from a very small audience to at least sufficient, a good number. So I thank you all. Thank you.